പ്രതീക്ഷിച്ച പോലെ ഇസ്രായേൽ സുമൂദ് ഫ്ലോട്ടിലെ ചില കപ്പലുകൾ പിടിച്ചെടുക്കുകയും അതിലെ യാത്രികരെ തടവിലാക്കുകയും ചെയ്തിരിക്കുന്നു. കപ്പൽ വ്യൂഹത്തിലെ ചിലത് ഉടൻ തന്നെ ഗസയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിലും അവയിൽ നിന്നുള്ള ആശയവിനിമയം ഇപ്പോൾ ലഭ്യമല്ല. ഫ്ലോട്ടില പിടികൂടിയതിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ആ കപ്പലുകളിലെ യാത്രികരുടെ രാജ്യങ്ങളാണ് പരസ്യ പ്രതിഷേധവുമായി രംഗത്തുള്ളത്. ഗസയിലെ വംശഹത്യക്കെതിരെ ലോകമെമ്പാടും ജനം തെരുവിൽ ഇറങ്ങുമ്പോൾ ആ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളും ഇസ്രായേലിനെതിരായ നിലപാട് ശക്തമാക്കുകയാണ്. ഈ രോഷം ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന്റെ ഗതി മാറ്റുമോ? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി വിദേശകാര്യ വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ, മാധ്യമപ്രവർത്തകൻ ശശികുമാർ, മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് എന്നിവർ. ആദ്യം ശശികുമാറിലേക്ക്. ശശികുമാർ, ലോകമെമ്പാടുമുള്ള ഒരു ഫലസ്തീൻ സോളിഡാരിറ്റിയുടെ ഏറ്റവും ശക്തമായ ഒരു രൂപമാണ് നമ്മളിപ്പോൾ ഈ സുമൂദ് ഫ്ലോട്ടിലേക്ക് കണ്ടത്. അത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരിൽ പലരെയും തടവിലാക്കിയിട്ടുണ്ട്. എങ്കിലും അത് കൊണ്ടുവന്ന ഒരു മാറ്റം എന്താണ്? അല്ലെങ്കിൽ ഷിപ്സിന്റെ ഒരു ഫ്ലോട്ടിലയായിരുന്നു. അതിൽ ഒന്നൊഴിച്ച് എല്ലാത്തിലും ഇസ്രയേലുകൾ കടന്നാക്രമിച്ച് അതിലുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. കൃത്യമായിട്ട് എന്താണ് അവർക്ക് പറ്റിയെന്ന് ഇതുവരെ എനിക്ക് അറിയില്ല. പക്ഷെ അതിൽ അറിയപ്പെടുന്ന ചില സ്കാൻഡിനേവിയയിലും മറ്റ് രാജ്യങ്ങളിലും പശ്ചിമ രാജ്യങ്ങളിൽ നിന്നുള്ള മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്സ് ഉണ്ടായിരുന്നു, ഡിപ്ലോമാറ്റ്സ് ഉണ്ടായിരുന്നു. ഗ്രേറ്റ തുംബർഗ് എന്ന് പറയുന്ന വളരെ അറിയപ്പെടുന്ന ഗ്രീൻസ് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ആക്ടിവിസ്റ്റ് ഉണ്ട്. അവരുടെയൊക്കെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടൊരു വലിയ സംരംഭം തന്നെയായിരുന്നു. ഒരു ഫ്ലോട്ടില്ല, ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. ഐറിഷ് MPs പലരും ഉണ്ടായിരുന്നു. ഇസ്രയേലിൻ്റെ ഒരു ആരഗൻസും ഒരു അഗ്രൻഡൈസ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു അളവാണിത്. അത് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ബെഞ്ചമിൻ നെതന്യാഹു UN പ്രസംഗിക്കുന്നത്. യാതൊരു വിട്ടുവീഴ്ചയില്ല, അവരുടെ ക്രൂരത മുന്നോട്ട് തന്നെ പോകും. ജനഹത്യ എന്നൊന്നും അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഗാസയിലുള്ള വാസികൾ, അവരുടെ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, കുട്ടികൾ. ഇന്ന് കൊച്ചിയിൽ ഒക്ടോബർ 2-ാം തീയതി ഞങ്ങളുടെ ഒരു വലിയ ഇവൻറ്റ് കഴിഞ്ഞ് ഞാൻ വരുന്നേ ഉള്ളൂ. അവിടെ 18,000 ഈ ഗാസയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ ഉച്ചരിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ 1500 ഇന്ന് ഇവിടെ ഉച്ചരിച്ചത്. ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ 1500 വീതം ഉച്ചരിച്ച് നവംബർ 15-ാം തീയതി ആകുമ്പോഴേക്കും തിരുവനന്തപുരത്ത് അവസാനത്തെ ഇവൻ്റ് ആയിരിക്കും. അപ്പോഴേക്കും 18,000 പേരുകൾ കൊല്ലപ്പെട്ട കുട്ടികളുടെ, അടുത്ത് പ്രസവിച്ച കുട്ടികൾ തൊട്ട് 1, 2, 3 പിഞ്ചു ഹൃദയങ്ങൾ തൊട്ട് 6, 7, 10, 14 വയസ്സായ കുട്ടികൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അവരുടെ പേരുകളെല്ലാം ഉച്ചരിച്ച് അങ്ങനെയെങ്കിലും നമുക്ക് ലോകത്തോട് നമ്മൾ ഈ നിശബ്ദത പാലിക്കില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ലോകമൊട്ടാകെ നമ്മൾ കാണുന്നത് ഒരു നിസ്സഹായതയാണ്. ആ നിസ്സഹായതയ്ക്കെതിരെയാണ് ഈ ഫ്ലോട്ടില്ല. അതാണ് ഏറ്റവും വരെ ഡെമോൺസ്ട്രബിൾ ആയിട്ടുള്ള ഒരു രീതി കണ്ടത്. പശ്ചിമ മാധ്യമങ്ങൾ പോലും ഇതിനെപ്പറ്റിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വേണ്ടത്ര ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കായി മാറിയിരിക്കുന്നു. 65,000 പേര് മരിക്കുക എന്നുള്ളത് വെറും ഒരു നമ്പറായി മാറിയിരിക്കുന്നു. US ഒരാളുടെ ഹത്യ നടന്നാൽ അത് ആളുകളോളം ന്യൂസ് അവറിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. മെനി വീക്സ് ടുഗെദർ. അപ്പോൾ നമ്മുടെ മോറൽ കോമ്പസ് എന്ന് പറയുന്നത് ഹിസ് ബ്രോക്ക് നൗ. ഒരു ഇൻ്റർനാഷണൽ എത്തിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതിനെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയിലാണ് ഗാസ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിനെങ്ങനെ നമ്മൾ പ്രതിരോധിക്കാമെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായ ഒരു അഭിപ്രായ ഉത്തരവൊന്നുമില്ല. പക്ഷേ ഈ നിശബ്ദത പാടില്ല നമുക്ക്. കാരണം ഈ മരിക്കുന്നവരെ നമ്മൾ മറക്കാൻ പാടില്ല. സൂസൻ സോൺടാഗ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ടു റിമെമ്പർ ഇസ് ടു റിഡീം. നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ഇവരെ തിരിച്ചെടുക്കുന്നു. അവർക്ക് പുനർജീവനം കൊടുക്കാൻ പറ്റില്ല, ബട്ട് തിരിച്ച് നമ്മൾ അവരെ ക്ലെയിം ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് ആണ് നമ്മൾ ഈ ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ചിന്താരവി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ. അതുപോലെ പലയിടത്തും പലതും നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഗാസയിലുള്ള ഇസ്രയേലിൻ്റെ അധികാരത്തിനൊക്കെ ഒരു കാരണം യുഎസിനുള്ള സപ്പോർട്ട് മാത്രമാണ്. മറ്റ് ലോകം എല്ലാം അവർക്ക് എതിർ പറഞ്ഞാലും ഞങ്ങൾക്കൊരു കൂസലും ഇല്ല എന്നൊരു രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഇസ്രയേലിനെ പണ്ടൊക്കെ നമ്മൾ ഒരു റോഗ് സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇപ്പോൾ അത് റോഗ് സ്റ്റേറ്റ് ഒന്നുമല്ല. അതിലൊക്കെ വളരെ അതിജീവിത ഇറ്റ് ഹാസ് ബിക്കം എ മെനസ്, എ വൈറസ്
to any civilizational concept in the world. ശരി, ശ്രീ ടി പി ശ്രീനിവാസൻ, ഈ 15 വർഷം മുമ്പ് മാവി മർമരെ ആക്രമിച്ച് അതിലുള്ള യാത്രികരെ കൊന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. സമാനമായൊരു ഫ്ലോട്ടിലായിരുന്നു അത്. പക്ഷേ ഇന്ന് നോക്കൂ, അവരെ ഡിറ്റെയിൻ ചെയ്യുമ്പോൾ, അവരെ തടവിലാക്കുമ്പോൾ തന്നെ ലോകരാജ്യങ്ങളിൽ പലതും ശക്തമായി പ്രതികരിക്കുന്നു. അല്പം മുമ്പ് ബെൽജിയം ഇസ്രായേലിൻ്റെ അംബാസഡറെ വിളിച്ച് സമൺ ചെയ്തിട്ടുണ്ട്. അത്രയും ശക്തമായ പ്രതികരണങ്ങൾ ലോകരാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ നിലവിൽ നിൽക്കുന്ന ഒരു ഗ്ലോബൽ നറേറ്റീവിൽ വരുന്ന മാറ്റമാണ്. ആ നറേറ്റീവ് മാറ്റാൻ വേണ്ടിയിട്ടാണ് പ്രസിഡന്റ് ട്രംപിന്റെ 20-point പ്ലാൻ പ്രഖ്യാപിച്ചത്. അത് വളരെ സിനിക്കലായിട്ടുള്ള ഒരു എഫർട്ടാണ് നമുക്ക് അറിയാവുന്നത്. അത് പ്രിപ്പയർ ചെയ്തത് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേലി പ്രധാനമന്ത്രി, പിന്നെ ടോണി ബ്ലെയർ, ആൻഡ് കുഷ്ണർ, ഇങ്ങനെയുള്ള 4 വ്യക്തികൾ ചേർന്നാണ് ആ 20-point പ്രോഗ്രാം. അതിനകത്ത് യാതൊരു പ്രോഗ്രസ്സും ഉണ്ടാകാൻ പോകുന്നില്ലെന്നുണ്ട്. അപ്പൊ ഈ ഫ്ലോട്ടിൽ അതിനൊരു ഡിസ്ട്രാക്ഷനായി വന്നു എന്നുള്ളത്, അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ള കാര്യമാണ് അവർ ചെയ്യുന്നത്. ഈ പീസ് പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നത് ഇസ്രയേലിൽ നിന്ന് അവരുടെ റെസ്പോൺസിബിലിറ്റി ഹമാസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒന്നും ഇതിൽ നിന്ന് നേടാൻ പോകും. എൻ്റെ ഐഡിയാസ് നോക്കിയാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അവർ ആദ്യമായിട്ട് പറയുന്നത് റിലീസ് ഓഫ് ഹോസ്റ്റേജസ്. അതൊരു വലിയ പ്രഷറാണ് തന്നെയാണ്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആവശ്യം. അത് നേടിയെടുത്താൽ തന്നെ അദ്ദേഹത്തിന് ഇസ്രായേലിൽ കുറച്ചുകൂടെ അംഗീകാരം ലഭിക്കും. അതിനുശേഷം പറയുന്ന എല്ലാ കാര്യങ്ങളും തീർച്ചയായും വൺ സൈഡഡ് ആണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിൻ്റെയും താല്പര്യങ്ങളും വിശേഷിച്ച് സാമ്പത്തിക താല്പര്യങ്ങളും പെർസ്യൂ ചെയ്യുന്നു. ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ആണ് ഇത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പലരും ഇത് നോക്കാം, കൊള്ളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനെ അനലൈസ് ചെയ്യാൻ നമുക്കറിയാം. ഇത് ഒരു കംപ്ലീറ്റ് ഒരു എന്താണ് പറയുക, ഒരു ട്രാവസ്റ്റി എന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രസ് അവിടെ ഉണ്ടാകും. അപ്പോൾ ഈ ഫ്ലോട്ടില എന്ന് പറയുന്നത് അവർക്കൊരു വലിയ ഇഷ്യൂ ഒന്നുമാണ്. അതിനെ ബോംബ് ചെയ്യണമെങ്കിൽ പോലും അവർക്ക് ശരിക്കാതെ 66,000 പേര് മരിച്ചു കഴിഞ്ഞു. കുറെ പേർ കൂടി മരിക്കുന്നത് കൊണ്ട് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്ലാനിനുള്ളിലേക്ക് ഈ 2-state ഐഡിയ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഇത് ഒരിക്കലും പ്രയോജനപ്പെടുകയില്ല. അതുകൊണ്ട് കൂടുതൽ കൊല ഉണ്ടാകും. ആളുകളെ മുഴുവനും അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ്, പാലസ്തീനിലെ ആളുകളെ അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അതിൽ യാതൊരു വ്യത്യാസവും ഈ 20-point പ്രോഗ്രാം കൊണ്ട് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് സിറ്റുവേഷൻ വളരെ ഗറീവാണ്. ഈ ജനോസൈഡ് ഇസ്രായേലീസിന് അല്ലെങ്കിൽ ജ്യൂസിന് അറിയാവുന്ന ഒരു കാര്യമാണ്. ജ്യൂസിനെതിരായിട്ട് ജനോസൈഡ് നടത്തിയല്ലോ, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു. എന്നിട്ട് ഇസ്രായേൽ ഇല്ലാതായില്ലല്ലോ. അപ്പോ ഒരു ജനസൈഡ് കൊണ്ട് ഒരു ഗ്രേറ്റ് മൂവ്മെന്റിനെ തകർക്കാൻ സാധിക്കും. അപ്പോൾ അത് ഇപ്പം നമ്മൾ കാണുന്നത് വളരെ ക്രൂരമായ ഒരു കാലഘട്ടമാണ്. അത് കൂടുതൽ ക്രൂരമാക്കാനാണ് ഈ പുതിയ നയം മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ഇതുകൊണ്ട് യാതൊരു പ്രതീക്ഷയും നമുക്ക് ഉണ്ടാകേണ്ടതില്ല. തീർച്ചയായും രാജ്യങ്ങളൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കുമായിരിക്കും നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ എൻ്റെ ഓരോ കാര്യം എടുത്താലും UN യാതൊരു റോളും കൊടുത്തിട്ടില്ല. അതുപോലെ ജസ്റ്റിസ് ഫോർ ദ പീപ്പിൾ ഹു ഡൈഡ്, ഹു ആർ സഫേർഡ്, ദർ ഇസ് നോ എലിമെന്റ് ഇൻ ഇറ്റ്. ദർ ഇസ് നോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, നോ ക്രിമിനൽ കോർട്ട്. ഒന്നുമില്ലാത്ത ഒരു ഇതാണ് അവർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് സിറ്റുവേഷൻ വളരെ മോശമാകാനാണ് സാധ്യത. കുറെ പേരെ കൂടെ കൊല്ലുന്നതിന് ഇസ്രായേൽ. അപ്പൊ അതുകൊണ്ട് ഈ 20-point പ്ലാനിലേക്കാണ് അവർ മുന്നോട്ട് പോകുന്നത്. മുമ്പുണ്ടായിരുന്ന സാധ്യതകൾ പോലും കുറഞ്ഞിരിക്കുകയാണ്. ഓസ്ലോയ്ക്ക് ശേഷം ഒരു വയബിൾ ആയിട്ടുള്ള ഒരു പീസ് പ്രോഗ്രാം മുമ്പോട്ട് വന്നിട്ടേ ഇല്ല. അപ്പോൾ അതിനെ അവരെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നെതന്യാഹുവിന്റെ മുകളിലുള്ള പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ഈ പ്രശ്നങ്ങളെല്ലാം ഹമാസാണ് ഉണ്ടാക്കുന്നതെന്ന് സൃഷ്ടിച്ച് സ്വന്തം രാജ്യത്ത് കൂടുതൽ അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ്. അതുകൊണ്ട് യാതൊരു പ്രതീക്ഷയും നമുക്ക് ഉണ്ടാകേണ്ടതില്ല ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള സംഭവ വികാസം. ശരി, ശ്രീ സീതാവൂദ്, ഇവിടെ ഒരു പീസ് പ്ലാൻ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നു. നെതന്യാഹു തുടക്കത്തിലെ സമ്മതിച്ചു, ഞങ്ങൾക്ക് സമ്മതമാണ് ആ പ്ലാനിനോട്. ഹമാസ് മിക്കവാറും
അതിനോട് നെഗറ്റീവായിട്ട് പ്രതികരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇനി ഒരു വെടിനിർത്തൽ, ശാശ്വത വെടിനിർത്തൽ ഉണ്ടാവില്ലെങ്കിൽ അതിന് കാരണക്കാർ ഹമാസാണ് എന്നൊരു നറേറ്റീവ് ഇപ്പോൾ തന്നെ ഇസ്രായേലി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഫ്ലോട്ടില ഗസ തീരം തൊടാതിരിക്കാൻ വേണ്ടി അവർ നേരത്തെ തന്നെ ഡിറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു നടപടി നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ആ ഫ്ലോട്ടിൽ എത്തുമ്പോൾ അതിൽ ഒരെണ്ണമെങ്കിലും ഗസയിലെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ അതും ഡിറ്റെയിൻ ചെയ്തേക്കാം. അങ്ങനെ വന്നാൽ ഈ വന്ന ഫ്ലോട്ടിലകൾ നൽകുന്ന സന്ദേശം എന്താണ്? നോക്കൂ അജിംസ്, ഈ ഫ്ലോട്ടിലകൾ അവിടെ ഈ ഗസയിൽ മുഴുവൻ എത്തിയെന്ന് വിചാരിക്കുക. ഈ എത്രയാണ് 40 ഷിപ്പ് എന്ന് പറയുക, ഈ യാനങ്ങൾ 40ഉം ഗസ ഹാർബറിൽ ആങ്കർ ചെയ്തെന്ന് വിചാരിക്കുക. എന്നിട്ട് അതിലുള്ള കൺസൈൻമെൻറ്റ്സ് എല്ലാം ഗസക്കാർക്ക് ഡെലിവർ ചെയ്തു എന്നും വിചാരിക്കുക. അത് ഗസയിലെ ജീവിതത്തിനോ ഗസയിലെ ആളുകൾക്കോ അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് മെച്ചമോ പ്രത്യേകിച്ച് നേട്ടമോ ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്നുവെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല. ഇനി അതവിടെ ഡെലിവർ ചെയ്തതുകൊണ്ട് ഇസ്രായേലിനും എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ലോസ് ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ എന്തിനായിരിക്കും ഇസ്രായേൽ ഇത്ര സാഹസപ്പെട്ട് അവരുടെ വലിയൊരു നാവൽ ഫ്ലീറ്റിനെ രംഗത്തിറക്കി ഇതിനെ തടയാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ്. എന്ന് വെച്ചാൽ 2007 മുതൽ കടൽ വഴിയും കര വഴിയും ആകാശം വഴിയും ഗസയെ ഉപരോധിച്ച് നിർത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഗസ അവരുടേതായിട്ടുള്ള ഒരു ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അവർക്കുണ്ട്. അതുവഴി ലോകവുമായിട്ട് കണക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കും. അത് സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പൊസിഷൻ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്, ഈ ഉപരോധം നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫ്ലോട്ടിലെ ആളുകൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അത് അനുവദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ 2 പതിറ്റാണ്ടായി ഏൽപ്പിച്ചിരിക്കുന്ന ഉപരോധം ലംഘിക്കപ്പെടുക എന്നുള്ളതാണ്. ഗസയ്ക്ക് സ്വതന്ത്രമായി പുറം ലോകവുമായി ബന്ധപ്പെടാൻ, ആശയവിനിമയം നടത്താൻ, ചരക്കുകളുടെയും ആളുകളുടെയും സഞ്ചാരം സാധ്യമാക്കാൻ അത് സാധ്യമാകുക എന്നുള്ളതാണ്. അതൊരു തരത്തിലും ഇസ്രായേൽ അനുവദിക്കില്ല. അപ്പോൾ ഈ ആക്ടിവിസ്റ്റുകൾ ചോദിക്കുന്ന, ഫ്ലോട്ടിലക്കാർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞങ്ങൾ ഗസയിലേക്കാണ് പോകുന്നത്, ഞങ്ങൾ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ നിന്നും ഫലസ്തീൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ കടന്ന് ഗസ ഹാർബറിലേക്ക് പോവുകയാണ്. അത് തടയുവാൻ, അത് ചോദ്യം ചെയ്യുവാൻ നിങ്ങൾക്ക് എന്ത് അവകാശം എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം. ആ ചോദ്യം പലസ്തീൻ സോവറിൻറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പലസ്തീൻ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നവും അതുതന്നെയാണ്. അപ്പം ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സാഹസത്തിലും ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് തടയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഫ്ലോട്ടില അവിടെ സുഗമമായി ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായി ഫലസ്തീൻ സോവറിൻറ്റി അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അതിനെ ഒരു നിലക്കും അംഗീകരിക്കാൻ ഇസ്രായേലിന് സാധ്യമല്ല. അജിംസ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച 2010 മാവി മർമര ഫ്ലോട്ടിലുണ്ട്. മാവി മർമര ഫ്ലോട്ടിൽ, അതായിരുന്നു ഫസ്റ്റ് ഫ്ലോട്ടില എന്ന് പറയുന്നത്. അത് ഇസ്രായേൽ അതിനകത്ത് കടന്നു കയറി 10 ആളുകളെ കൊല്ലുന്നുണ്ട്. ഈ ഒക്ടോബർ 7 ശേഷം, 2023 ഒക്ടോബർ 7 ശേഷമുള്ള ഇസ്രായേലിൻ്റെ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നവംബർ ആദ്യവാരത്തിൽ തന്നെ ഈ ഗസ ഹാർബറിൽ വലിയ ഒരു മെമ്മോറിയൽ ഉണ്ട്. ഈ മാവി മർമരയിലെ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി അവിടെ സ്ഥാപിച്ച വലിയൊരു മെമ്മോറിയൽ ഉണ്ട്. ഒരുപക്ഷെ ഗസയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ട്രക്ചറുകളൊന്നാണത്. ഇസ്രായേൽ ഈ 2023 നവംബർ ആദ്യവാരത്തിൽ തന്നെ ആ മെമ്മോറിയൽ തകർക്കുന്നുണ്ട്, ബോംബിട്ട് തകർക്കുന്നുണ്ട്. ഇസ്രായേലി മാധ്യമങ്ങൾ അല്ലെങ്കിൽ IDFൻ്റെ സ്പോക്ക് പേഴ്സൺസ് നമ്മളോട് പറയാറുള്ളത് ഞങ്ങൾ ഹമാസ് ടാർഗറ്റുകളാണ് ലക്ഷ്യം വെക്കുന്നുള്ളതാണ്. നോക്കൂ, ഒരു മെമ്മോറിയൽ എന്തിനാണ് അവർ, ഒരു സ്തൂപം, ഒരു വലിയൊരു സ്തൂപമാണ് അത്. ഈ രക്തസാക്ഷികളായ മുഴുവൻ ആളുകളുടെയും പേര് ആലേഖനം ചെയ്ത മാർബിൾ ഫലകങ്ങളൊക്കെയുള്ള വലിയൊരു സ്തൂപമാണ്. അതെന്തിനാണ് ഇസ്രായേൽ ബോംബിട്ട് തകർക്കുന്നത്? അപ്പോൾ അവർ അത്രത്തോളം ആ ഒരു ഇൻസിഡൻറ്റിനെ, ആ ഒരു സംഭവത്തെ അവർ അത്രത്തോളം വെറുക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും നിലയ്ക്ക് ഗസയിലേക്ക് പുറം ലോകത്ത് നിന്ന് കപ്പലുകൾ വരിക എന്നുള്ളത് അവർക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അവിടെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്, യാസർ അറഫാത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗസയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ റഫായിൽ നമുക്കത് കാണാൻ പറ്റും. വളരെ മനോഹരമായ ഒരു എയർപോർട്ടായിരുന്നു അത്. ഇസ്രായേൽ അത് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം പോലും മര്യാദക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഇസ്രായേൽ അനുവദിച്ചില്ല. ഞാൻ അവിടെ പോയ ആളാണ്. അതിൻ്റെ റൺവേ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ബുൾഡോസർ ഇട്ടിട്ട് ഉഴുതു മറിച്ച് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും തകർന്നതിൽ അവിടെയുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഗസക്കാർ അല്ലെങ്കിൽ പലസ്തീനികൾ ഞങ്ങളുടെ ഒരു മീഡിയേഷനിലൂടെ, ഞങ്ങളിലൂടെ അല്ലാതെ ലോകവുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. അതുകൊണ്ടാണ് അവർ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ ഉപരോധത്തെ ലംഘിക്കുന്നു, അല്ലെങ്കിൽ പലസ്തീൻ സോവറിൻറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തെ അണ്ടർലൈൻ, അതിന് അടിവരയിടുന്നു എന്നുള്ളതാണ് ഫ്ലോട്ടിലയോടുള്ള ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വിയോജിപ്പ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവരത് തടയും. പക്ഷേ നേരത്തെ അജിം സൂചിപ്പിച്ചതുപോലെ അത് വലിയ നിലക്കുള്ള കാസ്കേഡിങ് എഫക്ട്സ് ലോക രാഷ്ട്രീയത്തിൽ തന്നെ അത് കൊണ്ടുവരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓൾമോസ്റ്റ് ഓൾ യൂറോപ്യൻ ക്യാപിറ്റൽസ് നമുക്കറിയാം ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇറ്റലിയിൽ ഒരു ഇസ്രായേലി സപ്പോർട്ടറായിട്ടുള്ള ഒരു വലതുപക്ഷ
കക്ഷി ഭരിക്കുന്ന ഇറ്റലിയിൽ നാളെ ജനറൽ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബ്രസൽസിൽ, ലണ്ടനിൽ, ജർമ്മനിയിൽ എല്ലായിടത്തും വലിയ പ്രതിഷേധ പ്രകടനം നടക്കുന്നു. നമുക്ക് കഴിഞ്ഞ 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പ് ഉണ്ടാക്കിയ യൂറോപ്പിൻ്റെ ഒരു പ്രശ്നമായിരുന്നു ജൂയിഷ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ജൂയിഷ് ക്വസ്റ്റ്യനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പണിയാണ് അത് ഫലസ്തീനികളുടെ തലയിലിടുക എന്ന് പറയുന്നത്. നോക്കൂ, ഈ ജൂയിഷ് ക്വസ്റ്റ്യൻ യൂറോപ്പിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. അത് തിരിച്ച് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത യൂറോപ്യൻ സിറ്റികളിൽ, യൂറോപ്യൻ ക്യാപിറ്റലുകളിൽ പലസ്റ്റൈൻ സോളിഡാരിറ്റി എന്ന് പറയുന്ന ഒരു ഡെയിലി ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി മാറിക്കഴിയുന്ന അവസ്ഥയിലേക്ക് വരുന്നു. എന്ന് പറഞ്ഞാൽ യൂറോപ്പ് അവർ പലസ്തീനികളുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ജൂയിഷ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സയനിസ്റ്റ് ക്വസ്റ്റ്യൻ അത് വീണ്ടും അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചരിത്രത്തിലൊരു അസാധാരണമായ സാഹചര്യമാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ ശശികുമാർ, ഇവിടെ ഇതൊരു ചരിത്രപരമായ ഒരു ഗ്ലോബൽ പൊളിറ്റിക്കൽ പ്രശ്നമാണ് ജൂയിഷ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. പക്ഷേ അതിനപ്പുറം, അതായത് ജൂതന്മാരെ യൂറോപ്പിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഫലസ്തീനിൽ എത്തിച്ചു എന്നതിനപ്പുറം ഇതിനൊരു മനുഷ്യാവകാശ തലത്തിലും മാനവ സ്നേഹത്തിൻ്റെ തലത്തിലും പുതിയ തലമുറ ഈ ഒരു വിഷയത്തെ കാണുന്നുണ്ട്. അതാണ് ഈ തെരുവുകൾ ഇത്ര വൈബ്രൻ്റ് ആവാനുള്ള ഒരു കാരണം, ഈ പ്രതിഷേധം ശക്തമാവാനുള്ള കാരണം. അത് കാണാതിരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ദ സ്ട്രീറ്റ് ഇസ് എ ലൈ. ഈ പറഞ്ഞ പോലെ തെരുവുകൾ ആണ് ഇതിന് ആകെ ഒരു എതിർപ്പ് നമ്മൾ പ്രകടിപ്പിക്കുന്നതും നമുക്ക് അത് എന്താ പറയുക പ്രത്യക്ഷമായി കാണാൻ പറ്റുന്നതും. പക്ഷേ ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഈ ധാർഷ്ട്യം, ഈ യുണൈറ്റഡ് നേഷൻസിലുള്ള എല്ലാ റെസൊല്യൂഷൻസും എല്ലാ നയങ്ങളും ലംഘിച്ച് ഇസ്രയേലിന് തോന്നുന്ന പോലെ ചെയ്യുന്നു. അതിന് പിന്തുണ US നൽകുന്നതുകൊണ്ട് ആ ധൈര്യം വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ട്രംപിൻ്റെ പ്രസിഡൻസിയിൽ അത് വളരെ രൂക്ഷമായി മാറിയിട്ടുണ്ടെന്നും അറിയാം. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു കവറേജൊക്കെ ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പശ്ചിമ രാജ്യങ്ങളുടെ ലിബറൽ പ്രസ് തന്നെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവരൊക്കെ ഗാസയിൽ മരിക്കുന്ന ആൾക്കാരെ പറ്റിയും അതൊക്കെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ദേ ആർ പ്ലേയിങ് ഇൻ ടു എ ന്യൂ നാരറ്റീവ്, പുതിയൊരു നാരറ്റീവ് ഉൽപ്പന്നമാകുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ആൻറ്റി സയണിസം എന്ന് പറയില്ലേ, ഒരു രൂക്ഷമായ ആൻറ്റി സയണിസം. അതായത് സയണിസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സ്റ്റേറ്റ് വേണം, ഈ പാലസ്റ്റീനിൽ താമസിക്കുന്ന സ്ഥലം തന്നെയായിരിക്കും ഞങ്ങളുടെ സ്റ്റേറ്റ്, അവരെയൊക്കെ ഞങ്ങൾ മാറ്റി പാർപ്പിക്കുക, അവർ വേണമെങ്കിൽ കടലിലേക്ക് കയറി എന്ത് വേണമെങ്കിൽ ചെയ്യും. അതാണ് സെറ്റിൽമെൻറ്റ് പോളിസി, ഫോഴ്സ്ഡ് എവിക്ഷൻ പോളിസി. അതാണ് പാലസ്റ്റീനിയൻസ് അവരുടെ നക്ബ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇസ്രയേലിലെ ഹോളോകാസ്റ്റ് ഉണ്ടായി, നേരത്തെ പറഞ്ഞ പോലെ ജൂതന്മാർ അങ്ങനെ സഫർ ചെയ്തൊരു റേസാണ്. പക്ഷെ അവരിവരെ പെർപ്പറേറ്റ് ചെയ്യുന്നത് അതേപോലെ ഒരു ഹോളോകാസ്റ്റാണ്. അതിനാണ് പാലസ്റ്റീനിയൻസ് അറബിയിൽ അവർ നക്ബ എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇതിനെ ചിത്രീകരിക്കുന്നത് നമ്മൾ ആൻറ്റി സയണിസ്റ്റ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ആൻറ്റി സെമിറ്റിക് ആയിട്ട് ആണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസൊക്കെ യുവാക്കൾ ഇതിനെതിരായിട്ട് പോരാടാൻ ക്യാമ്പസുകളിലും വേദികളിലും ഇറങ്ങുമ്പോൾ അതൊക്കെ ക്രിമിനലൈസ് ചെയ്യപ്പെടുകയാണ്. അതൊക്കെ ആൻറ്റി സെമിറ്റിസമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ആൻറ്റി സയണിസം ഈസ് നോട്ട് ആൻറ്റി സെമിറ്റിസം. അപ്പോൾ ആ വ്യത്യാസം അത് മനഃപൂർവ്വമോ അറിയാതെയോ മനഃപൂർവ്വമാണെന്ന് എനിക്ക് തോന്നുന്നത് അത് കോൺഫ്ലേറ്റ് ചെയ്യാണ്. നമ്മൾ എന്തെങ്കിലും ആൻറ്റി സയണിസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമുക്കറിയാം ആൻറ്റി സയണിസം എന്ന് പറഞ്ഞാൽ തിയോഡോർ ഹെർസറിൻ്റെ ഒരു വളരെ ഒരു വിറുലൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. ഇവർ താമസിക്കുന്ന ഹോം ലാൻഡ്സ് ആണ് നമ്മളത് അടിച്ചെടുക്കും, ഇവർ എങ്ങോട്ട് വേണമെങ്കിൽ ചെയ്യട്ടെ, ഇവരെയൊക്കെ അവിടുന്ന് അടിച്ചു മാറ്റുമെന്നുള്ളതാണ് അവരുടെ ഒരു തിയറി തന്നെ. ആ ആൻറ്റി സയണിസം ഇതിനെ ഇപ്പോൾ ആൻറ്റി സെമിറ്റിസമായി മാറും. നമ്മൾ ആൻറ്റി സയണിസ്റ്റ് എന്ന് പറഞ്ഞാൽ നീ ഒരു ആൻറ്റി സെമിറ്റാണ്, നീ ആൻറ്റി ജൂ ആണ് എന്നുള്ളതാണ് അവരുടെ വ്യാഖ്യാനം. അങ്ങനെയുള്ള ഈസി സ്ലിപ്പേജസിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ വളരെ അങ്ങനെ ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ആർ ബീങ് ചാലഞ്ച്ഡ്. എന്താണ് ശരി എന്താണ് തെറ്റെന്ന് നമ്മുടെ ഒരു ധാർമ്മിക ഒരു ബോധമുണ്ടല്ലോ, ഒരു അവയർനെസ് ഉണ്ടല്ലോ, ഒരു ഉണർവുണ്ടല്ലോ, അതൊക്കെ അട്ടിമറിച്ച് അതിനെയൊക്കെ എന്താ പറയുക സ്റ്റാൻഡിങ് ഓൺ ഇറ്റ്സ് ഹെഡ് ആയിട്ടുള്ള ഒരു ഞാൻ പറഞ്ഞ നേരത്തെ ഒരു മോറൽ കോമ്പസ് തന്നെ ഇല്ലാത്ത രീതിയിലേക്കാണ് ഇത് മാറ്റുന്നത്. ഇതിന് ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം ഇവിടെ ഇതുവരെ ഇസ്രയേൽ ചെയ്യുന്നത് ഇങ്ങനെ നടന്നാൽ പിന്നെ എനി റോഗ് സ്റ്റേറ്റ് ക്യാൻ ഡു എനിത്തിങ് ഇറ്റ് വാണ്ട്സ്. യാതൊരു ഇറ്റ് ഈസ് സെറ്റിംഗ് എ ഡേഞ്ചറസ് പ്രസിഡന്റ്. പിന്നെ അവരുടെ ജനങ്ങളുടെ ഒരു ദയനീയത നമ്മൾ കണ്ടനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നിസ്സഹായരാണ്. ഈ യൂറോപ്പിൽ അടുത്ത കാലത്ത് തന്നെ പശ്ചിമരാജ്യം UK അടക്കം പാലസ്റ്റൈൻ സ്റ്റേറ്റ്ഹുഡ് ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ടും അവർക്കൊരു കൂസലുമില്ല. കാരണം ഇറ്റ് ഈസ് ഫൈനലി ഇസ്രയേൽ ആൻഡ് US. അതാണ് ദി ആക്സിസ്. ആ ആക്സിസിൻ്റെ ബലത്തിലാണ്
ഇവരുടെ എല്ലാ ആക്രമങ്ങളും ധാർഷ്ട്യവും ഈ വംശക്കൊലയും. പിന്നെ ഒരു ചർച്ച നമുക്ക് നടക്കുന്നത് അറിയാം. ഗോൾഡ മേയർ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഇസ്രായേൽ എന്താ പറയുക, ഈ പാലസ്തീനിയൻ യുവാക്കളെയാണ് കൊല്ലേണ്ടത്, അതായത് ഒരു പുതിയ തലമുറ ഇല്ലാണ്ടാക്കുക. ഇതൊക്കെ മറ്റേ നാസിയുടെ മെങ്കലയുടെ ഒരു എന്താ പറയുക ബയോളജിക്കൽ എക്സ്പെരിമെൻസിൻ്റെ ഒക്കെ ഒരു ഭാഗം തന്നെയല്ലേ, അതിൻ്റെ ഒരു ഔദർ സൈഡ്, ഒരു പ്രതീകം തന്നെയല്ലേ ഇത്. ഇപ്പോൾ ഗാസയിൽ 18,000 കുട്ടികളെ കൊല്ലുമ്പോൾ ഒരു പുതിയ തലമുറ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. യു ആർ ട്രൈങ് ടു വൈപ്പ് ഔട്ട് ആൻ എൻറ്റയർ റേസ് ഇൻ ദ 21st century. ഇത് നമ്മൾ കണ്ടുകൊണ്ട് നിസ്സഹായരായിട്ട് വളരെ വൈകിട്ടാണെങ്കിലും ഇപ്പോൾ പാലസ്റ്റൈൻ സ്റ്റേറ്റോട് പലരും പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു കൂസലുമില്ല. കാരണം യു എൻ തന്നെ ഹെൽപ്ലെസ് ആണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് has proclaimed him an offender. അങ്ങേക്ക് പല രാജ്യങ്ങളിലേക്കും പോകാൻ പറ്റില്ല. He will be arrested. ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ന്യൂയോർക്കിൽ UN ഇതിൽ പ്രസംഗിക്കാൻ തന്നെ ഒരു സർക്യൂറ്റസ് റൂട്ടിലൊക്കെ വരേണ്ടി വന്നത്. കാരണം വേറെ ചില എയർപോർട്ട്സിലൊക്കെ പോയി ട്രാൻസിറ്റ് ചെയ്ത് വന്നാൽ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടും. അതൊക്കെ ആണെങ്കിൽ പോലും മറ്റുള്ളവർ ഇപ്പോൾ ഫിലിപ്പീൻസ് ഡ്യൂട്ടേർട്ടെ ചെയ്യുന്ന ആക്രമണങ്ങൾക്ക് അങ്ങനെ അനുഭവിക്കുന്നുണ്ട്. ഹീസ് ബീൻ ടേക്കൻ ആക്ഷൻ, ഹീസ് ഇൻ ജയിൽ. അങ്ങനെ പലരും നമുക്കറിയാം, സെർബിയയിലും അവിടെയൊക്കെ നടന്നവർക്കൊക്കെ those who have committed genocide have been punished by the International Court of Justice. പക്ഷേ നെതന്യാഹു is no different. He is if anything worse than them. പക്ഷേ ഇങ്ങേരെ എതിരെ ഒരു വിരലുയർത്താൻ USA സമ്മതിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഇഷ്യൂ. ശരി, ശ്രീ ടി പി ശ്രീനിവാസൻ, ഇവിടെ ശശികുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ പല യൂറോപ്യൻ രാജ്യങ്ങളും ഫലസ്തീൻ സ്റ്റേറ്റ്ഹുഡിനെ അംഗീകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നുന്നത് UK അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത് തുടങ്ങി വെച്ചത് UK ആണല്ലോ ബാൽഫർ പ്രഖ്യാപനത്തിലൂടെ. അപ്പോൾ UK പോലും അംഗീകരിക്കുന്ന രീതിയിൽ ഒരു പബ്ലിക് പ്രഷർ യൂറോപ്പിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാമോ? പക്ഷെ അതിന് യാതൊരു പ്രാധാന്യവുമില്ല. അതൊരു സിംബോളിക് ആക്ട് എന്ന് മാത്രമേ. കാരണം ഒരു 2 nation തിയറി ഇല്ലാതായിരിക്കുകയാണ് തീർച്ചയായിട്ടും. ഇസ്രായേൽ അതിപ്പോഴും വീണ്ടും ഇവരെല്ലാം അംഗീകരിച്ചതിന് ശേഷവും ഇസ്രായേൽ പറയുകയുണ്ടായി ആ ഒരാശയം നമുക്കില്ല എന്ന്. അപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന പീസ് പ്ലാനിലൂടെ എങ്ങനെയെങ്കിലും അവിടെയുള്ള പാലസ്തീനിയൻസിനെ മുഴുവൻ പുറത്താക്കി ഇതൊരു റിയൽ എസ്റ്റേറ്റ് ആക്കി മാറ്റണം എന്നുള്ളതാണ്. ഇവിടെ നാഷണാലിറ്റിയുടെ ചോദ്യം ഉദിക്കുന്നില്ല, സോവറിറ്റിയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. അങ്ങനെ ഒരു വളരെ സിനിക്കലായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ മുമ്പോട്ട് വെച്ചത്. അതുകൊണ്ട് ഈ രാജ്യങ്ങൾ ഇപ്പോൾ വളരെ വൈകിയായിട്ടാണെങ്കിലും അതിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥം. ഒരു കാലത്തും അമേരിക്കയോ ഇസ്രായേലോ അതിന് സമ്മതിക്കുകയും. അപ്പൊ അതുകൊണ്ട് അതിൽ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും നമുക്ക് വേണ്ട. പക്ഷെ ഇപ്പോ ഒരു സീസ് ഫയർ ഉണ്ടാക്കാൻ കഴിയണം, പ്യുവർ ഹ്യൂമാനിറ്റേറിയൻ റീസൺസ് കൊണ്ട് അത് ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിലാണ് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുക. പക്ഷെ അത് ഈ 20 point പ്ലാനിനകത്ത് ഒരു സീസ് ഫയറിനെ പറ്റി പറയുന്നെങ്കിലും അതിനുള്ള കണ്ടീഷൻസ് ഒക്കെ വളരെ വളരെ വിചിത്രമാണ്. കാരണം എങ്ങനെയാണ് സീസ് ഫയർ ഉണ്ടാക്കുക, എന്തൊക്കെയാണ് നേടിയെടുക്കേണ്ടത് എങ്കിൽ മാത്രമേ സീസ് ഫയർ ഉണ്ടാക്കൂ. ഈ ഹോസ്റ്റേജസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉദ്ദേശം. കാരണം അതൊരു ഇമോഷണൽ ഇഷ്യൂ ആണ്. പാലസ്തീനിയൻസിന്റെ തടവിൽ ഇസ്രായേലുകാർ ജീവിക്കുന്നു എന്നുള്ളത് അവിടെ ഒരു നാഷണൽ ഐഡന്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ നമ്മുടെ 20 point പ്ലാനിൽ നോക്കിയാൽ ആദ്യം കാണുന്നത് ഹോസ്റ്റേജസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കൊണ്ടുവന്നാൽ തന്നെ അദ്ദേഹത്തിലുള്ള പ്രഷർ മാറും. അപ്പോൾ ലോകത്ത് മാത്രമല്ല ഇസ്രായേലിനുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രഷർ മാറ്റാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളുമാണ് നടക്കുന്നത്. ഇതിനൊരു പീസ് പ്ലാൻ എന്ന് വിളിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. പീസ് അതിനകത്തില്ല തീർച്ചയായിട്ടും. അതുപോലെ വെരിഫിക്കേഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതൊരു ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈമാണ്. അതുകൊണ്ട് മറ്റൊരു വഴി ഇല്ലാത്തത് കൊണ്ട് സീസ് ഫയർ ഇതിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു പ്രതീക്ഷയായിട്ട് നോക്കാം. ശരി, ശ്രീ സീതാവൂദ്, ഇവിടെ ഒരു അടിയന്തര വെടിനിർത്തൽ അത് തീർച്ചയായിട്ടും ഹമാസും ഫലസ്തീനികളും എല്ലാം ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും. പക്ഷേ അടിയന്തര വെടിനിർത്തലിൽ ഇസ്രായേൽ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ ഒരു വെടിനിർത്തൽ പ്ലാൻ ഉണ്ടാക്കാം എന്നതിന് ഉദാഹരണമായി കാണണമോ ട്രംപിൻ്റെ 20 ദിന പ്ലാൻ? നമുക്ക് ട്രംപിൻ്റെ 20 ദിന പ്ലാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് പ്രൊവക്കേഷൻ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് UN ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു പ്രസംഗിക്കാൻ വരുന്നു. മഹാഭൂരിപക്ഷം രാഷ്ട്രങ്ങളെ പ്രതിനിധികളും അദ്ദേഹത്തെ കൂക്കി വിളിച്ച് അദ്ദേഹത്തെ ബോയ്ക്കോട്ട് ചെയ്യുന്നു. അതുണ്ടാക്കിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിലുണ്ടാക്കിയിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള പ്രതിച്ഛായ നഷ്ടമുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അതുകൂടാതെ നമുക്കറിയാം ലോകത്തെല്ലായിടത്തും അലയടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ,
വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ നടക്കുന്ന സർവേകളിൽ വന്നിട്ടുള്ള റിസൾട്ടുകൾ ചെറുപ്പക്കാർക്കിടയിൽ ഫലസ്തീനുള്ള പിന്തുണയല്ല, ഹമാസിനെ പിന്തുണക്കുന്ന ആളുകളുടെ, നോക്കൂ, ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു കോസിനെയോ രാഷ്ട്രത്തെയല്ല, ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ പിന്തുണക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ പോലും വരുന്ന വലിയ തോതിലുള്ള വർധനവ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ അതിഭയങ്കരമായൊരു അന്താരാഷ്ട്ര സമ്മർദ്ദം, ഒരു ഐസൊലേഷൻ അനുഭവിച്ചൊരു ഘട്ടത്തിൽ അതിൽ നിന്ന് നെതന്യാഹുവിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്ലാൻ, അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ളൊരു ശ്രമം എന്നുള്ള നിലക്കാണ് ഒന്നാമതായി നമ്മൾ ആ 20 പോയിന്റ് ഇതിനെ കാണേണ്ടത്. അപ്പം ഒരു പീസ് പ്ലാൻ ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അത് സ്വാഭാവികമായിട്ടും ഹമാസ് നിരസിക്കുമെന്ന് ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഹമാസിനോട് എന്താണ് പറയുന്നത്, നിങ്ങളെ ഇല്ലാതാക്കാൻ പോവുകയാണ്, അതിനുവേണ്ടിയുള്ള ഒരു പേപ്പർ ഇത് ഇട്ടിരിക്കുന്നു, അത് 72 മണിക്കൂർ കൊണ്ട് നിങ്ങൾ അംഗീകരിക്കണം, ഇല്ലെങ്കിൽ എല്ലാം ചാമ്പലാക്കും. ഇതെങ്ങനെയാണ് ഒരു സീസ് ഫയർ പ്രോസസ്സ് ആവുന്നത്? ഇനി ഇതിനകത്ത് ഇതിലെ ഏതൊരു ഒരു പീസ് പ്രോസസ്സിലും അതിലെ കൺസേൺ പാർട്ടീസ് അതിൽ ഭാഗമാകുക എന്നുള്ളത് അതിൻ്റെ സാമാന്യമായ തത്വമാണ്. ഇതിൽ ഹമാസിൻ്റെ റെപ്രസെൻറ്റേഷൻ എവിടെയാണ്, അല്ലെ പലസ്തീൻ റെപ്രസെൻറ്റേഷൻ എവിടെയാണ്? ഹമാസ് പോകട്ടെ, പലസ്തീൻ അതോറിറ്റി ഉണ്ടല്ലോ അവിടെ, അല്ലെങ്കിൽ ഫതഹ് ഉണ്ടല്ലോ. ഫതഹ് ഇവരുടെ കാഴ്ചപ്പാടിൽ ഭീകര സംഘടനയല്ല. ഏതെങ്കിലും ഒരു പലസ്തീൻ പാർട്ടി അതിനകത്ത് ആ പ്രോസസ്സിൽ ഉണ്ടായിട്ടേ ഇല്ല. ഏകപക്ഷീയമായി ജാരദ് കുഷ്ണർ, അതേപോലെ സ്റ്റീവൻ വിറ്റ്കോഫ്, ട്രംപ്, നെതന്യാഹു ഇവരെല്ലാം ചേർന്നൊരു കടലാസ് എഴുതി ഉണ്ടാക്കുന്നു, അങ്ങോട്ട് വിടുന്നു, 72 മണിക്കൂർ കൊണ്ട് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ പീസ് പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ലോകത്ത് സാമാന്യമായിട്ടുള്ള ചില അടിസ്ഥാന ധാരണകളുണ്ടല്ലോ, അടിസ്ഥാനപരമായ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ, അതിനെല്ലാം ലംഘിക്കുന്ന തരത്തിലൊരു കടലാസ് അങ്ങോട്ട് നീട്ടിയെറിയുക, അത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറയുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്? ഡിസാർമെൻറ്റ് ഓഫ് ഹമാസ്, ഡിസാർമെൻറ്റ് ഓഫ് പലസ്റ്റൈൻ ഫാക്ഷൻസ്. ഈ പലസ്റ്റൈൻ ഫാക്ഷൻസ് എല്ലാം ഡിസാം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇസ്രായേലിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ രൂക്ഷമായ ക്രൂരമായ രീതിയിൽ ഫലസ്തീനിൽ കയറി അവർക്ക് എന്തും ചെയ്യാനുള്ള അവസരം ലഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതി ഹമാസ് അംഗീകരിക്കുകയില്ല എന്ന് ഇവർക്ക് ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസ് അതിന് ഹമാസ് ഔട്ട്റൈറ്റ് തള്ളിക്കളയാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ചില ക്വറീസ് ഇടുക, ചില എക്സ്പ്ലനേഷൻസ് ചോദിക്കുക, അങ്ങനെ ബൈ ദ ടൈം എന്ന് പറയുന്ന ഔട്ട്റൈറ്റ് ആയിട്ട് തള്ളിക്കളയുമ്പം അവർക്കെതിരായുള്ള ഒരു ഒപ്പീനിയൻ ബിൽഡ് ചെയ്യാൻ അത് ഉപയോഗിച്ചേക്കാം എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ചില ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുക എന്നുള്ളതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എനിവേ ഇത് ഹമാസ് തള്ളിക്കളഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഞങ്ങളൊരു പീസ് പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു, അവന്മാരത് അംഗീകരിച്ചില്ല എന്നുള്ളൊരു പ്രചാരണം നടത്താൻ നെതന്യാഹുവിനും ട്രംപിനുമെല്ലാം സാധിക്കും. ഇനി ഹമാസ് അംഗീകരിച്ചു എന്ന് വിചാരിക്കുക, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വൻ വിജയമായിരിക്കും. കാരണം നെതന്യാഹുവിന് മുമ്പിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹോസ്റ്റേജസ് ആണ്. ആ ഹോസ്റ്റേജസിന് തിരിച്ചു കിട്ടാൻ വേണ്ടി ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ സാറ്റർഡേയിലും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുമ്പിൽ വരെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് പ്രതിഷേധിക്കാറുണ്ട്. അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഈ ഹോസ്റ്റേജസിന് എത്തിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ കടന്നു കഴിഞ്ഞു. സ്വാഭാവികമായും ഈ ഓൺസ്ലോട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജിനോസൈഡൽ പ്രോജക്റ്റ് അത് കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നെതന്യാഹുവിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രംപിൻ്റെ 20 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷിയർ ഡെത്ത് ട്രാപ്പ്, ഒരു മരണക്കിണി മാത്രമാണ്. ഏതെങ്കിലും ഒരു ഫലസ്തീൻ ഫാക്ഷൻ ആ ഒരു ട്രാപ്പിൽ വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലാകെയുള്ളൊരു എന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം അന്താരാഷ്ട്ര നേതാക്കന്മാർക്ക്, ഗ്ലോബൽ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് ശ്രദ്ധിക്കാതെ, ഇതിൽ എൻഗേജ് ചെയ്യാതെ, ഇത് അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പലസ്റ്റൈൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് മറന്നുകൊണ്ട്, അത് കാർപ്പറ്റിനടിയിൽ വെച്ചുകൊണ്ട് ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു സന്ദേശം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എൻഡ്യൂറൻസ് എന്ന് പറയുക, അവരുടെ സമരവീര്യം എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 2 വർഷമായി കാണുന്നുണ്ട്. ആ ഒരു സമരത്തിലൂടെ അല്ലാതെ, പോരാട്ടത്തിലൂടെ അല്ലാതെ ഫലസ്തീൻ സ്റ്റേറ്റ്ഹുഡ് സാധ്യമല്ല എന്നൊരു പൂർണ്ണ ബോധ്യത്തിലേക്ക് ആ ജനത കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ശശികുമാർ, ഇപ്പോൾ ജൂതവംശഹത്യ ഹിറ്റ്ലറിൻ്റെ കാലത്ത് ജൂതവംശഹത്യ നടന്നപ്പോൾ വേണ്ടത്ര കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങൾ നമുക്കുണ്ടായിരുന്നില്ല, ആളുകൾ പലതും അറിഞ്ഞിട്ടില്ല, ലോകം അക്കാലത്ത് നോക്കി നിന്നു, മൂകസാക്ഷിയായി എന്നൊക്കെ പരിതപിക്കുന്നുണ്ട് പിന്നീട് പലരും. പക്ഷെ ഇന്നങ്ങനെയല്ല, ഇന്ന് ആളുകൾ കുറെ കൂടി ഇൻഫോംഡ് ആണ്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും BBC ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നറേറ്റീവിനപ്പുറം ജനം കുറെ കൂടി ഇൻഫോംഡ് ആണെന്നാണ് തെളിവല്ലേ? ഇപ്പോൾ ഈ സുമൂദ് ഫ്ലോട്ടില ഡിറ്റൈൻ ചെയ്തപ്പോൾ തന്നെ യൂറോപ്പിൽ അർദ്ധരാത്രിയിലും രാത്രി സമയത്ത് പോലും ജനം തെരുവിലിറങ്ങുന്നു. അതിനർത്ഥം അന്നത്തേക്കാൾ കുറെ കൂടി ആളുകൾ ഇൻഫോംഡ് ആണെന്നല്ലേ? തീർച്ചയായിട്ടും നമുക്ക്, പക്ഷേ അതേസമയം നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം,
ഈ നാസി റെജീമിലാണ് ഇന്നത്തെ ഈ പ്രോപ്പഗാൻഡ മെഷീനറി വളരെ മുന്നോട്ട് വന്നത്. ഗോബെൽസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രോപ്പഗാൻഡ എന്താ പറയുക, ഒരു ഈവിൽ ജീനിയസ് എന്നൊക്കെ പറയാം. അവിടെ നാസി ജർമ്മനിയിൽ അദ്ദേഹം മറ്റേ ഗോബെൽസ് ഉപയോഗിച്ച മറ്റേ റേഡിയോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററൈസേഷൻ, കമ്പൾസറി ലിസണിങ്, അതൊക്കെ ഒരു പുതിയ മാധ്യമ രീതിയായിരുന്നു. ഒരു മാസ് മീഡിയയുടെ ഒരു പുതിയ രീതി തന്നെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പുതിയ അവതരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു ലിബറൽ പ്രസ്സിൽ പോലും അത് അങ്ങനെ ഇൻസിനുവേറ്റ് ചെയ്യാൻ പറ്റും, അത് ഒളിച്ച് നമുക്ക് പുലർത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പ്രത്യക്ഷമായിട്ട് അവർ ഗാസയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവർ ഖേദമുണ്ടാവും, ഖേദം പ്രകടിപ്പിക്കും, അവരുടെ ന്യൂസ് ഡിബേറ്റ്സിലൊക്കെ ഡിസ്കസ് ചെയ്യും. എന്നാൽ അത് വെറും അക്കങ്ങളാണ്. അവിടെ മരിക്കുന്നവർ, കുട്ടികൾ, സ്ത്രീകൾ, അവന്മാർക്ക് ഐഡന്റിറ്റി ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരു ഐഡന്റിറ്റി ഉണ്ടോ? ഒരാളുടെ രൂപം നമ്മുടെ മനസ്സിൽ വരുമോ? ഈ മരിച്ചവരുടെ ഒരു കുട്ടിയുടെ പേര്, ഒരു സ്ത്രീയുടെ, ഒരാണിൻ്റെ മുഖം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുമോ? അതേ സമയത്ത് ഒരാൾ US കൊല്ലപ്പെട്ടാൽ പാടില്ല ആരും, അത് ആഴ്ചകളോളം ചർച്ച ചെയ്യപ്പെടും. അത് വേണമെങ്കിൽ അവരുടെ ബാക്ക് യാർഡിൽ നടക്കുന്ന കാര്യമായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ ഒരു അൺഈക്വാലിറ്റി, അത് ഈ ഒരു അതറിങ് എന്ന് പറയില്ലേ, നമ്മൾ ഈ അതറിങ് എന്ന് പറയുന്നത് ഒരു അല്പനാക്കുക, ഒരു മാറ്റി നിർത്തുക എന്നുള്ളത് ഇതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ട് തന്നെ ഗാസയും പാലസ്റ്റൈനും നടക്കുന്നുണ്ട്. ഞാൻ 1980-കളിലൊക്കെ ഹിന്ദുവിൻ്റെ വെസ്റ്റ് ഏഷ്യ കോറസ്പോണ്ടൻ്റായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, ബഹ്റൈനിൽ. അന്ന് ഇറാഖ് വാർ ആദ്യം നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അന്നൊക്കെ നമ്മൾ ഇവിടെ പാലസ്റ്റൈൻ സ്റ്റേറ്റ്ഹുഡ്, പാലസ്റ്റൈനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാലഘട്ടമാണ്. യാസർ അറഫാത്ത് ഒരു ഹീറോ ആണ്, ഒരു യൂണിവേഴ്സൽ ലിബറേഷൻ്റെ ഒക്കെ പ്രതീകമായിരുന്നു യാസർ അറഫാത്ത്, ഫോർ ഓൾ ദ ഓപ്പറസ്ഡ് പീപ്പിൾസ്, എഗൻസ്റ്റ് ഓൾ ഫ്യൂഡലിസം. എന്നാൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ, അതൊക്കെ ഗൾഫ് കിങ്ഡംസ് ആണ്, അവർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു പാലസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ. പാലസ്റ്റീനിയൻസ് were a cause of worry ഈ രാജ്യങ്ങളിലൊക്കെ. കാരണം they were seen as a democratizing force. അപ്പോൾ അവർ പോലും വേണ്ട രീതിയിൽ പാലസ്റ്റൈൻ അല്ലെങ്കിൽ പാലസ്റ്റൈൻ കോസിനെ, അവരുടെ ഒരു ഐഡന്റിറ്റിയെ, അവരുടെ ഒരു ഹോംലാൻഡിന് വേണ്ടിയിട്ടുള്ള അവർ ഉറച്ചു നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അടുത്ത കാലത്ത് നമുക്കറിയാം എബ്രഹാം അക്കോർഡ്സ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ തന്നെയാണ്. പക്ഷെ അത് നടന്നില്ല. October 7 വന്നുകൊണ്ട് അത് അട്ടിമറിച്ചു പോയി. October 7 നടന്നത് വളരെ കണ്ടിക്കേണ്ട കാര്യമാണ് ഹമാസ് ചെയ്തത്. പക്ഷേ ഇതൊക്കെയാണ് ഇത് ഇന്നും ഇന്നലെ നടന്നൊന്നുമല്ല. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പാരഡോക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ, നെതന്യാഹുവിൻ്റെ ഇലക്ടറൽ പ്രോസ്പെക്ട്സ്, ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇസ്രയേലിൽ അടുത്ത്, നെതന്യാഹുവിൻ്റെ ഇലക്ടറൽ പ്രോസ്പെക്ട്സ് ആർ നോട്ട് സീൻ എസ് വെരി ബ്രൈറ്റ്. അതേസമയം മെജോറിറ്റി ഓഫ് പാലസ്റ്റീനിയൻസ് അപ്രൂവ് ഓഫ് ഹിസ് ആക്ഷൻ ഇൻ ഗാസ. ഇത് ഈ ഒരു വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് നെതന്യാഹു ഈ ഗാസ പോളിസി ആണ് അങ്ങേർക്ക് ഏക ഉള്ള ഒരു ലൈഫ് ലൈൻ. ഹീസ് റൈഡിങ് എ ടൈഗർ. അങ്ങനെ ഇറങ്ങിയ ആ പുലിയെ തിന്നും. അങ്ങനെ ഒരു പുലിയുടെ മേത്തിങ്ങനെ, അതാണ് അയാളുടെ രീതി. ഇഫ് യു ഗെറ്റ്സ് ഡൗൺ ഫ്രം ദ ടൈഗർ, ഹീ വിൽ ബി കൺസ്യൂം ബൈ ദ ടൈഗർ. അപ്പോൾ he has to decimate Gaza. He has to make Gaza another proposition. അതിന് പെക്യുലർലി ദ സെയിം പാലസ്റ്റൈനിൽ ഒപ്പീനിയൻ പോൾസിലൊക്കെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതൊരു അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ബട്ട് ബേസിക്കലി ഈ പറഞ്ഞ പോലെ വ്യാപകമായിട്ട് വേദികളിൽ, ജനങ്ങളിൽ, സമൂഹത്തിൽ ഒരു സോളിഡാരിറ്റി പാലസ്റ്റൈനോട്, അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളോടുള്ള ഒരു സിമ്പത്തി ആൻഡ് സോളിഡാരിറ്റി വളരെ പ്രത്യക്ഷമായി നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഗവൺമെൻറ്റ്സിൻ്റെ ഒരു കോഷ്യസ് അപ്രോച്ചാണ്. നേരത്തെ TP ശ്രീനിവാസന് വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞ പോലെ ഇതൊക്കെ അവർ പറയുമായിരിക്കും, സ്റ്റേറ്റ്ഹുഡൊക്കെ റെക്കഗ്നൈസ് ചെയ്യുമായിരിക്കും. ബട്ട് ഓൾ ഓഫ് ദിസ് അമൗണ്ട്സ് ടു നത്തിങ് ബിക്കോസ് ഇറ്റ് ഇസ് റെറ്ററിക്. റെറ്ററിക് കൊണ്ട് ഗാസയെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല, അവിടെ ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഈ ഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലുകയല്ലേ, 100 കണക്കിന് ആൾക്കാരെ കൊല്ലുന്നതല്ലേ എല്ലാ ദിവസവും വാർത്ത വരുന്നത്. അത് ഇങ്ങനെ ഒരു ജനതയെ, ഒരു വംശത്തെ ഇൻസ്റ്റാൾമെന്റ്സ് ഇല്ലാതാക്കുക എന്നുള്ളത് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഇതിഹാസത്തിൽ ഇങ്ങനെ നടക്കുന്നത്. ശരി, ശ്രീ TP ശ്രീനിവാസൻ, നമ്മൾ ഒരു വംശഹത്യക്ക് സാക്ഷികളാവുകയാണ്. ഈ വംശഹത്യക്ക് സാക്ഷികളാവുമ്പോൾ ഒരു മാനവരാശിയുടെ ഒരു മൊറാലിറ്റി ഉണ്ടല്ലോ, ഒരു മോറൽ സൈഡ്. ആ മോറൽ സൈഡ് ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിലെ ജൂതവംശഹത്യ നോക്കി നിന്ന ജനങ്ങളെ പോലെയല്ല ഇന്നത്തെ ജനങ്ങൾ. അന്ന് ജനങ്ങൾ ഇൻഫോംഡ് അല്ല, എന്ന് കുറെ കൂടി ഇൻഫോംഡ് ആണ്. ഇപ്പോൾ നോക്കൂ, അമേരിക്കയിൽ തന്നെ ട്രംപിൻ്റെ പാളയത്തിൽ തന്നെ നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന അഭിപ്രായമുണ്ട്.
അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ തന്നെ പലരും അക്കാര്യം പരസ്യമായി പറയുന്നുമുണ്ട്. അപ്പോൾ അമേരിക്കയിൽ ഇപ്പം പല പ്യൂ റിസർച്ച് പോലെയുള്ള സർവേ നോക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഏത് സൈഡ് പിടിക്കണം എന്നുള്ള കാര്യത്തിലുള്ള സപ്പോർട്ടിൻ്റെ തോത് മാറുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങനൊരു മാറ്റം പോലും ഒരു പ്രതീക്ഷാ നിർഭരമല്ലേ? എന്തായാലും അതില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ നരഹത്യ കൊണ്ടുള്ള മാത്രം അല്ലെങ്കിൽ ജനസൈഡ് കൊണ്ട് മാത്രം ഒരു കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഇസ്രായേൽ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അവർക്കറിയാം അങ്ങനെയാണ് സംഭവിക്കുക, അതൊരിക്കലും അവസാനിക്കുകയില്ല. പക്ഷെ ഒരു നാരറ്റീവ് മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലാ ദ്രോഹങ്ങളും ചെയ്യുന്നത് ഇസ്രായേലാണ് എന്നുള്ള ഒരു അഭിപ്രായം ലോകത്തെല്ലാം ഉണ്ടായി. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ആണ് ഈ പീസ് പ്ലാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണ് എന്ന് കാണിക്കുന്നത് കൂടുതലായിട്ട്. അതിന് യാതൊരു അർത്ഥവുമില്ല. അപ്പോ ഈ പബ്ലിക് ഒപ്പീനിയൻ മാറുന്നുണ്ടെങ്കിൽ പോലും ഒരു കോർ മീഡിയം നോക്കിയാൽ, വെസ്റ്റേൺ പേപ്പേഴ്സ് ഒക്കെ നോക്കിയാൽ അവിടെ പലപ്പോഴും അവർ ഇസ്രായേലിനെ മാത്രമല്ല കുറ്റം പറയും, ഹമാസിനെ വളരെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. അവർ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന്. പിന്നെ ഒരു നേതൃത്വമില്ലല്ലോ. പാലസ്തീനിൽ പോലും അറഫാത്ത് ഉണ്ടായിരുന്ന പോലത്തെ കാലം ഉണ്ടായിരുന്നു. ഒരു ഐഡന്റിഫയബിൾ നേതൃത്വം പാലസ്തീൻ അതോറിറ്റിക്കൊന്നുമില്ല. അതുപോലെ ഒരു ചെറുപ്പക്കാരിൽ നിന്ന് ആരും ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ അതുകൂടി ഒരു അഡ്വാൻറ്റേജ് ആണ് ഇസ്രായേലിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് അവർ ഇത് ഒരു അമേരിക്കൻ പ്ലാൻ പ്രാക്ടിക്കൽ ആക്കാമെന്ന് അവർക്ക് ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടായിരിക്കില്ല. കാരണം അത് വളരെ പ്രയാസമാണെന്ന് നമുക്കറിയാം. അപ്പൊ അതിനൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കാൻ ഇപ്പോൾ ഈ ചർച്ചകൾ വന്നാൽ, ഒരു സീസ്ഫയർ വന്നു കഴിഞ്ഞിട്ട് മറ്റു ചർച്ചകൾ വന്നാൽ, അപ്പോൾ ഈ 2 സ്റ്റേറ്റ് പോളിസി മാറ്റിവെച്ചുകൊണ്ട് ഒരു എന്താണ് സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചാൽ ജനങ്ങളുടെ എതിർപ്പ് കുറയും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കണം അത് ശ്രമിക്കുന്നത്. പക്ഷെ അതിന്റെ വശങ്ങളിൽ നോക്കിയാൽ റിയൽ എസ്റ്റേറ്റ് പോലെയാണ് ഗാസയെ അവർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലാവും ഇതുകൊണ്ട് പാലസ്റ്റൈൻ എൻഡ് ചെയ്യുന്നു. അപ്പൊ 7th ഒക്ടോബറിൽ തന്നെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? പ്രധാനമായിട്ടും അബ്രഹാം അക്കോർഡ്സ് വന്നതുകൊണ്ടാണ്. സൗദി അറേബ്യ ഒപ്പിടുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിൽ പാലസ്റ്റൈൻ ക്വസ്റ്റ്യൻ ഇല്ലാതാകും എന്നറിഞ്ഞുകൊണ്ട് സ്വന്തമായി സാക്രിഫൈസ് ചെയ്തെങ്കിലും ഈ അജണ്ടയെ മുമ്പോട്ട് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഹമാസ് അറ്റാക്ക് ചെയ്തത്. അല്ലെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ അത് അവർ വിജയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പാലസ്റ്റൈൻ സെന്റർ ഓഫ് ദി ഇഷ്യൂ ആയിട്ടുണ്ട്. മുമ്പായിരുന്നില്ല. അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവര് ഒരു വലിയ ക്രൂരകൃത്യത്തിന് തയ്യാറായത്. അപ്പൊ അതവർ വിജയിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പബ്ലിക് ഒപ്പീനിയൻ ഇൻ ദ വേൾഡ് അതെങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കും എന്ന് നമുക്ക് തോന്നാൻ കഴിയില്ല. അത് അമേരിക്കയുടെ ഒരു നിലപാടുകൊണ്ടാണ്. പ്രസിഡന്റ് ട്രംപ് വിശേഷിച്ച് ജെറുസലേമിലേക്ക് മാറ്റിയത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ ഇസ്രായേലിന്റെ ഇൻഫ്ലുവൻസ് അമേരിക്കയിൽ വളരെ കൂടുതലാണ്. ന്യൂയോർക്ക് ടൈംസിനെ പറ്റി ന്യൂയോർക്ക് ടൈംസ് എന്നാണ് പറയുന്നത്. ന്യൂയോർക്കിൽ ഇസ്രായേലിലുള്ളതിൽ കൂടുതൽ ജ്യൂസ് ഉണ്ട് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ പബ്ലിക് ഒപ്പീനിയൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അത് തന്നെയല്ല, അമേരിക്കയും വാഷിംഗ്ടണിൽ ഞാനുള്ളപ്പോൾ അവിടുത്തെ ഒരു പറച്ചിൽ, ഇസ്രായേൽ അംബാസഡറാണ് അമേരിക്ക ഭരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കാതെ, അദ്ദേഹത്തിന്റെ ലോബീസിനോട് ചോദിക്കാതെ ഒരു പ്രസിഡന്റും ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഫ്ലോട്ടിലെ പോലെയൊക്കെയുള്ള വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള എക്സ്പോഷറോ അതുപോലെ എക്സ്പ്രഷനോ ഒന്നും വലിയ കാര്യമായിട്ട് വരാൻ സാധ്യതയില്ല. അവർക്ക് അത് ബോംബ് ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്യാനുള്ള കരുത്ത് അവർക്കുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക? ഫ്ലോട്ടിലയുടെ ഇഷ്യൂ ഒരുപക്ഷെ പരിഹരിക്കപ്പെട്ടു. പക്ഷെ എന്താണ് ഒരു ശരിയായ ഒരു തീരുമാനത്തിൽ എത്താൻ എന്ന് കഴിയുമെന്നുള്ളത്, അത് ഈ 20 പ്ലാൻ അതിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. കാരണം അതിനകത്ത് പ്രധാനമായിട്ട് ഒന്നുമില്ല എന്നുള്ള ഒരു കൺസെഷൻ അതിനകത്ത് ഒന്നുമില്ല. ഒരു ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങിയാൽ സമാധാനം വരും എന്നുള്ളതിൻ്റെയാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ അതൊരു ഇൻഡസ്ട്രിയൽ ഇക്കണോമിക് പ്ലാനാണ്. അവിടെയാണ് ടോണി ബ്ലെയർ ഉണ്ട്. ടോണി ബ്ലെയർ എല്ലാ കാര്യത്തിലും അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നമുക്കറിയാം.
സാമ്പത്തിക കാര്യങ്ങളിലാണ്. അദ്ദേഹം ഒരിക്കലും ഒരു രാഷ്ട്രീയ കാര്യങ്ങളല്ല മുന്നോട്ട് വെച്ചത്. എപ്പോഴും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെല്ലാം UK എത്രമാത്രം സാമ്പത്തികമായ ഗുണം ഉണ്ടാകുന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതിനെ ഒരു ഇന്റർനാഷണൽ ബോഡിയായിട്ടൊന്നും ആരും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എങ്ങനെയാണ് ഒരു കമ്മീഷൻ, അതും ഡൊണാൾഡ് ട്രംപ് ചെയർമാനായ ഒരു കമ്മീഷൻ, എന്ത് ചെയ്യാൻ കഴിയും? അപ്പൊ അത് പെർപ്പച്വേറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ സ്ഥിതി പെർപ്പച്വേറ്റ് ചെയ്യുന്ന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള ഒരു സിൽവർ ലൈനിങ് നമുക്കിപ്പോൾ കാണാനില്ല എന്നുള്ളതാണ്. സി ദാവൂദ്, ഇതൊരു 2025 തീരാൻ പോകുന്ന ഒരു സംഘർഷമോ യുദ്ധമോ വംശഹത്യയോ അല്ല എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു അവസാനം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് തന്നെ കൃത്യമായ തീർച്ചയില്ല. മുമ്പോടെ സൂചിപ്പിച്ച പോലെ റണ്ണിങ് ദ ടൈഗർ എന്ന് പറയുന്ന പോലെ നെതന്യാഹുവിന് അത് നിർത്താൻ പറ്റില്ല. നിർത്തണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നിർത്താൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം ഇസ്രായേലുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിനൊരു എക്കണോമിക്സ് ഉണ്ടല്ലോ. എത്ര നാൾ യുദ്ധം ചെയ്യാൻ കഴിയും ഇസ്രായേലിനാണെങ്കിൽ പോലും? ഇസ്രായേലിന് എത്ര കാലം യുദ്ധം ചെയ്യാൻ കഴിയുമെന്നുള്ളതല്ല നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സർവൈവലാണ്. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇപ്പോൾ നമുക്കറിയാം അവിടെ വാർ ക്യാബിനറ്റാണ് ആ രാജ്യം ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വാർ ക്യാബിനറ്റ് എന്ന് പറയുന്ന ആ സംവിധാനം ഡിസോൾവ് ചെയ്യേണ്ടി വരും. ഒരു നോർമൽ സിവിലിയൻ അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകും. എമർജൻസി അവർക്ക് എടുത്തു കളയേണ്ടി വരും. ഇലക്ഷനിലേക്ക് പോകും. നെതന്യാഹുവിന് മേലുള്ള അഴിമതി ആരോപണങ്ങൾ, കോർട്ട് പ്രൊസീഡിങ്സ്, അത് സാധാരണ പോലെ നടക്കും. അത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാൻ പറ്റില്ല. ഏതാണ്ട് 20 വർഷത്തോളമായി അധികാരത്തിൽ തുടരുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അധികാരം വിട്ടൊഴിയുക, ജയിലിലേക്ക് പോവുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത്, അല്ലെ യുദ്ധം എങ്ങനെയെങ്കിലും ഡ്രാഗ് ചെയ്ത് പോവുക, അതല്ലെങ്കിൽ കംപ്ലീറ്റ് അനക്സേഷൻ ഓഫ് പലസ്റ്റൈൻ ടെറിട്ടറീസ്, രണ്ടിലൊന്നും നടക്കണം. നോക്കൂ, വെസ്റ്റ് ബാങ്ക് ലോകത്ത് അമേരിക്ക അടക്കം, ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ടറായിട്ടുള്ള അമേരിക്ക അടക്കം എടുത്തിട്ടുള്ള പലസ്റ്റൈൻ വിഷയത്തിൽ എടുത്തിട്ടുള്ള അവരുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? 2 സ്റ്റേറ്റ് സൊല്യൂഷനാണ്. ആ 2 സ്റ്റേറ്റ് സൊല്യൂഷനിൽ എന്താണ് ഈ 2 സ്റ്റേറ്റ് എന്ന് പറയുന്നത്? 2 സ്റ്റേറ്റിൽ ഗസയും വെസ്റ്റ് ബാങ്കും ചേർന്ന പലസ്റ്റൈൻ, വയബിൾ പലസ്റ്റൈൻ സ്റ്റേറ്റ് ഇൻ 67 ബോർഡേഴ്സ്. ഇതാണ് ലോകം US അടക്കം അംഗീകരിച്ചിട്ടുള്ള ഈ പലസ്റ്റൈൻ പ്രശ്ന പരിഹാരത്തിനുള്ള ബേസിക് ഫോർമുല എന്ന് പറയുന്നത്. പക്ഷേ അതുപോലും അംഗീകരിക്കില്ലെന്നാണല്ലോ നെതന്യാഹു പറയുന്നത്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പറഞ്ഞത് എന്താണ്? വെസ്റ്റ് ബാങ്കിന് അനക്സേഷനാണ് എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല കേട്ടോ എന്ന് ട്രംപിന് വരെ പറയേണ്ടി വന്നു. അപ്പോൾ ഒന്നുകിൽ ഇത് കംപ്ലീറ്റായിട്ട് അനക്സ് ചെയ്യണം, ഗസയും വെസ്റ്റ് ബാങ്കും കംപ്ലീറ്റ് അനക്സ് ചെയ്യുക, പലസ്റ്റൈൻസിനെ അവിടുന്ന് ഒഴിവാക്കുക, അവരെ എങ്ങോട്ടെങ്കിലും ഓടിക്കുകയോ കൊല്ലുകയോ നശിപ്പിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം സേഫായി. പക്ഷേ അത് നടക്കില്ല. എന്ന് നമ്മൾ നോക്കൂ, കഴിഞ്ഞ 1.5 വർഷത്തിലധികം, ഏതാണ്ട് 2 വർഷത്തോളമായി ലോകത്ത് മനുഷ്യന് സാധ്യമായിട്ടുള്ള, ഇന്ന് ലഭ്യമായിട്ടുള്ള ന്യൂക്ക് ബോംബ് ഒഴികെയുള്ള എല്ലാ ആയുധങ്ങളും ഇസ്രായേൽ ഈ കുഞ്ഞു പ്രദേശത്തിന് മേൽ വർഷിച്ചു കഴിഞ്ഞു. 40 കിലോമീറ്റർ നീളവും 20 കിലോമീറ്റർ വീതിയുമുള്ള ഒരു കോൺക്ലേവ്, ഒരു നഗരം, ലോകത്തെ ഏറ്റവും ഡെൻസ്ലി പോപ്പുലറുള്ള ഒരു ഏരിയ, 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയിൽ ഉപയോഗിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി അമ്യുനേഷൻ ആ പ്രദേശത്ത് അവർ പ്രയോഗിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഗസയെ കീഴടക്കാൻ, സമ്പൂർണ്ണമായി കീഴടക്കാൻ, ആ മനുഷ്യരെ കീഴടക്കാൻ, അവരുടെ പൊളിറ്റിക്കൽ വിൽ ഇല്ലാതാക്കുവാൻ, ഹമാസിനെ ഇല്ലാതാക്കുവാൻ ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മിലിറ്ററി ഹാർഡ്വെയറിലാകട്ടെ മിലിറ്ററി സോഫ്റ്റ്വെയറിലാകട്ടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന് അമേരിക്കയെ പോലുള്ളൊരു സൂപ്പർ പവറിൻ്റെ സമ്പൂർണ്ണ പിന്തുണയുണ്ടായിട്ടും സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനഹിലേഷൻ ഓഫ് പലസ്റ്റൈൻ എന്ന് പറയുന്നത്, അല്ലെ അനക്സേഷൻ ഓഫ് പലസ്റ്റൈൻ എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അത് ആയുധം കൊണ്ട് നിങ്ങൾക്ക് മനുഷ്യരുടെ സ്വാതന്ത്ര്യ ബോധത്തെ, അവരുടെ ഇച്ഛാശക്തിയെ, അവരുടെ പോരാട്ട വീര്യത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ നമ്മളുടെ ഓർമ്മയിലെ, അല്ലെങ്കിൽ ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അസാധാരണമായിട്ടുള്ളൊരു അനുഭവമാണ് പലസ്തീൻ നമ്മളോട് പറയുന്നത്. നമ്മൾ ഒരു സാമാന്യ യുക്തി വെച്ച് ആലോചിച്ച് നോക്കൂ, ഇത്രയും ചെറിയൊരു പ്രദേശത്ത് ഇത്രയും മാരകമായിട്ടുള്ള ബോംബിംഗ് ക്യാമ്പയിൻ ഡേ ആൻഡ് ഡേ ഔട്ട്, ഈ ന്യൂക്ക് ബോംബ് ഒഴികെയുള്ള സർവായുധങ്ങൾ ഉപയോഗിച്ചിട്ടും അവർക്ക് കീഴടക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആയുധം കൊണ്ട് മനുഷ്യരെ കീഴടക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നെതന്യാഹു ഇതിനെ എത്രത്തോളം ഡ്രാഗ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഡ്രാഗ് ചെയ്യാൻ ശ്രമിക്കുന്നുവോ അതിനനുസരിച്ച്
പലസ്തീന് വേണ്ടിയുള്ള പലസ്തീൻ കോസിനോടുള്ള പോപ്പുലർ സപ്പോർട്ട്, പബ്ലിക് സോളിഡാരിറ്റി അത് കൂടിക്കൂടി വരികയുള്ളൂ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകം കഴിഞ്ഞ UN ജനറൽ അസംബ്ലിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, മഹാഭൂരിപക്ഷം ലോക രാജ്യങ്ങളും ഇങ്ങേരെ കൂവി വിളിക്കുന്നു, ഇങ്ങേരുടെ പ്രഭാഷണം ബോയ്ക്കോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഡിപ്ലോമാറ്റ്സ് അവരെന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അവരുടെ രാജ്യങ്ങളിലെ ജനങ്ങളുടെ വികാരത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെതന്യാഹു ആരോടാണ് സംസാരിച്ചത്? വിസിറ്റേഴ്സ് ഗാലറിയിലുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അമേരിക്കയുടെ ഡിപ്ലോമാറ്റ്സ്, വേറെ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളുടെ ഡിപ്ലോമാറ്റ്സ്, അവരോടാണ് സംസാരിക്കുന്നത്. അത്ര ആളുകളോട് അദ്ദേഹം സംസാരിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ പൊതുവായ വികാരം, മനുഷ്യരുടെ പൊതുവായ വികാരം, അവരുടെ രോഷം, അവരുടെ അമർഷം, അവരുടെ സോളിഡാരിറ്റി, അവരുടെ സ്നേഹം, ഇത് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇതിനെ പലതരം ഉപായങ്ങളിലൂടെ തടകെട്ടി നിർത്തിയില്ല. ലോകം എന്ന് പറയുന്നത് ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെയും ഇസ്രായേലിനോടുള്ള രോഷത്തിൻ്റെയും ഒരു വലിയൊരു അണക്കെട്ടായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും. നോക്കൂ, ഒരു വിള്ളൽ വീണ് കഴിഞ്ഞാൽ, ഒരു ഫ്രിക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ഏതോ ഒരു അൺപ്രസിഡൻറ്റ് മൊമെൻറ്റിൽ ആ ഡാം തകരും. അത് ഉറപ്പാണ്. ഒരു അൺപ്രസിഡൻറ്റ് മൊമെൻറ്റിൽ ആ ഡാമിൽ വിള്ളലുകൾ വീഴും. ഈ രോഷത്തിൻ്റെ കുത്തൊഴുക്ക് ലോകത്തുണ്ടാവും. അതൊരു പുതിയൊരു പിറവിയിലേക്ക്, പുതിയൊരു വേൾഡ് ഓർഡറിലേക്കുള്ള ഒരു നാന്ദിയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് പലസ്തീൻ പ്രശ്നമല്ല, ഗസ വാർ എന്ന് പറയുന്നത് ആ ഒരു ചെറിയ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു ഡെവലപ്മെൻ്റ് അല്ല, ലോക രാഷ്ട്രീയത്തെ, ഗ്ലോബൽ പൊളിറ്റിക്കൽ തിയേറ്ററിനെ മാറ്റിമറിക്കുന്നൊരു സംഭവമാണ്. അങ്ങനത്തെ ഒരു വലിയൊരു പാരഡൈം ഷിഫ്റ്റിലേക്ക് ഈ സംഗതികളെല്ലാം നീളുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ ശശികുമാർ, ഇപ്പോൾ ഇന്ത്യ പരമ്പരാഗതമായി ഫലസ്തീൻ കോസിനോടൊപ്പമുള്ള രാജ്യമാണ്. 80കളിൽ തന്നെ ഫലസ്തീനെ രാജ്യമായി അംഗീകരിച്ച ഒരു രാജ്യമാണ്. യാസർ അറാഫത്ത് അദ്ദേഹത്തിന് എന്താണ് പറയുക, സ്വന്തം വീട്ടിലേക്ക് എന്ന പോലെ ഇന്ത്യയിലേക്ക് വരാൻ കഴിയുമായിരുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഇന്ത്യയിലെ ആ ഒരു നിലപാടൊക്കെ മാറിക്കഴിഞ്ഞു, ഒരു പബ്ലിക് സപ്പോർട്ട് തന്നെ മാറിക്കഴിഞ്ഞു. ഇന്ന് ഒരു ഇസ്രായേൽ വിരുദ്ധ പ്രകടനം നടത്തുക അല്ലെങ്കിൽ ഫലസ്തീൻ അനുകൂല പ്രകടനം നടത്തുക എന്നുള്ളത് കുറ്റകൃത്യമായി മാറിയിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെങ്ങനെ മാറി? ശരിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ എനിക്ക് വളരെ എന്താ പറയുക, എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇവൻറ്റ് ഞാൻ കവർ ചെയ്തത് ഡൽഹിയിൽ നോൺ അലൈൻഡ് സമ്മിറ്റ് നടന്നപ്പോഴാണ്. ഇന്ദിരാഗാന്ധി ആയിരുന്നു അന്ന് പ്രൈം മിനിസ്റ്റർ. അന്ന് യാസർ അറാഫാത്ത് വരുന്നു, ഇന്ദിരാഗാന്ധി ആലിംഗനം ചെയ്യുന്നു. അതേപോലെ ക്യൂബയിൽ നിന്ന് കാസ്ട്രോ വരുന്നു, ആലിംഗനം ചെയ്യുന്നു. അതൊക്കെ ആ നോൺ അലൈൻ മൂവ്മെൻ്റ് ഒരു ലീഡറായിരുന്നു ഇന്ത്യ. അതേപോലെ പാലസ്റ്റൈനും ഇന്ത്യയും ബ്രദർഹുഡ്, അത് വളരെ ഇറ്റ് വാസ് വെരി വെരി വൈഡ്ലി സെലിബ്രേറ്റഡ്. നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ യാസർ അറാഫത്ത് വാസ് എ ഹീറോ. പാലസ്റ്റൈൻ കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂണിവേഴ്സൽ കോസ് ആയിരുന്നു, യൂണിവേഴ്സൽ കോസ് ഓഫ് ഫ്രീഡം ആൻഡ് ലിബറേഷൻ. അതൊക്കെ മാറി ഈ റിയൽ പൊളിറ്റിക്കിൻ്റെ ആൻഡ് കോർപ്പറേറ്റ് എന്താ പറയുക, ഇക്കണോമിക് ഇൻട്രസ്റ്റിൻ്റെ ഒരു പ്രാധാന്യം വന്നതോടുകൂടി വാജ്പേയി മാത്രമല്ല, പിന്നെ മൻമോഹൻ സിംഗിൻ്റെ കാലത്തും ഇസ്രയേലിനോടുള്ള നമ്മുടെ ബ്രിഡ്ജസ് കൂടുതൽ പണിയാൻ തുടങ്ങി. അത് തെറ്റാണെന്ന് ശരിയാണെന്നല്ല പറഞ്ഞത്, പക്ഷേ ഇതിൻ്റെ ഒരു സോളിഡാരിറ്റി മാറിയിട്ട് റിയൽ പൊളിറ്റിക്കിലേക്ക് മാറി. ഇന്നിപ്പോൾ വളരെ സിനിക്കലായിട്ടുള്ളൊരു റിയൽ പൊളിറ്റിക്കാണ് അത്. നമുക്ക് ചിലപ്പോൾ UN ചില ഇതിലൊക്കെ നമ്മൾ പാലസ്റ്റൈന് വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കറിയാം ആദ്യമൊക്കെ അതിന് എതിരായിട്ട് തുടങ്ങിയത്. പിന്നെ ഒരു ബ്ലോ ബാക്ക് വന്നപ്പോൾ കൂടുതൽ ചിലതിലൊക്കെ നമ്മൾ വോട്ട് ചെയ്ത് തുടങ്ങി, UN ഒരു മെജോറിറ്റി ജനറൽ അസംബ്ലിയിലൊക്കെ. അത് ഇതിനെപ്പറ്റി TP ശ്രീനിവാസനായിരിക്കും, ഹി വിൽ ഹാവ് എ ബെറ്റർ ഐഡിയ അബൌട്ട് ദിസ്. പക്ഷെ നമുക്ക് ആ മാറ്റം തീർച്ചയായിട്ടും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഹാസ് ലെറ്റ് ഡൗൺ പാലസ്റ്റൈൻ എന്ന് പാലസ്റ്റൈൻ എന്ന് പറയുന്ന അതിലെ എൻറ്റിറ്റീസ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യ ആയിരുന്നു അവരുടെ വൺ ഓഫ് ദി ബിഗസ്റ്റ് സപ്പോർട്ടേഴ്സ്. അത് നമ്മളെ തന്നെ വഞ്ചിക്കുന്ന ഒരു പ്രക്രിയയല്ലേ എന്നാണ് എൻ്റെ സംശയം. ശരി, എന്തായാലും ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൻ്റെ ചരിത്രത്തിൽ ഇന്നത്തെ ഫ്ലോട്ടില്ല എങ്ങനെ അടയാളപ്പെടുത്തും എന്നാണ് അതിഥികൾ സംസാരിച്ചത്. വളരെ നന്ദി ശ്രീ ശശികുമാർ, TP ശ്രീനിവാസൻ,